എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫവാസ് എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു കൊച്ചി ആ ഭാഗത്താണ്. ശരിക്കും സ്ഥലം തൃശ്ശൂരാണ്. എൻ്റെ വർക്ക്, ഞാൻ ചെറിയൊരു കലാകാരനാണ്. മെയിനായിട്ട് സിംഗിങ്ങും ഗാനമേളയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റുഡിയോ വർക്കാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുജീനായിട്ട് കണക്റ്റായിട്ട് ഇപ്പോൾ ഇന്നൊക്കെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് 5ാമത്തെ ദിവസമാണ്. അതിക്ക് മുമ്പ് ഞാൻ 2019 സദ്ഗുരുവിൻ്റെ ഇന്നർ എഞ്ചിനീയറിങ് ശാംഭവി ദീക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് എനർജി ലെവലും നമ്മുടെ ബോഡിയിലത്തെ ചക്രാസും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സൂര്യക്രിയ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഭൂതശുദ്ധി. നല്ല രീതിയിൽ മുന്നോട്ട് പോയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ലെവലിൽ ഞാൻ സ്റ്റക്കായ പോലെയായിരുന്നു എനിക്ക് കുറച്ച് നാൾ. കുറേ വോളണ്ടിയറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളിങ് വോളണ്ടിയറിങ്, അതുപോലെ നേരിട്ടിട്ട് നടക്കുമ്പോൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നല്ലോ. അതിന് ശേഷം നേരിട്ടിട്ടുള്ള വോളണ്ടിയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് കടക്കണം എന്നിങ്ങനെ മെൻ്റലി ഉണ്ട്. ഒരുപാട് അലയാറുണ്ട്, പല എനർജി സ്പേസുകളും. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട്. ഇടയ്ക്ക് ഇത് നിന്ന് പോവും, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പിന്നെ ഗൃഹസ്ഥനാണ്. അപ്പോൾ അതിൻ്റേതായ ഇതുകളൊക്കെ ഉണ്ട്. വൈഫിനെ കൊണ്ട് ഞാനതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്നർ എഞ്ചിനീയറിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്താണ് ഞാൻ ഗുരുജിയുടെ വീഡിയോസ് ESP പാരാനോർമലിൽ കാണുന്നത്. അപ്പോൾ ഞാനന്നിങ്ങനെ എനിക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ, നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് സദ്ഗുരുവിൻ്റെ ഒരു ഡിവോട്ടിയാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഗുരുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ സദ്ഗുരു ശ്രീബ്രഹ്മയുടെ കാര്യമാണ് പ്രത്യേകം പറയേണ്ടായിരുന്നത്. അപ്പോൾ സദ്ഗുരുവിൻ്റെ പുനർജന്മം എന്നുള്ളൊരു ബേസ്ഡാണ് നമ്മളത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെയാണ് ഈ സർപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയണത് കേട്ടിരുന്നു. അപ്പോൾ എനിക്കതൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യവും സമയവും ഒന്നും പറ്റാണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഈ ഒരു ശിവയോഗ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കാണുന്നത്. അങ്ങനെ അതൊന്ന് അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ചെയ്യണമെന്ന് വിചാരിച്ചു, നടന്നു. എൻ്റെ ഒരു സുഹൃത്തിനെയും സുജീനെയും കൊണ്ടുപോയിട്ട് ഞാൻ ഇത് അറ്റൻഡ് ചെയ്തു. പക്ഷേ അന്ന് ഉണ്ടായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്ന ധാരണ ശരിക്കായി എന്ന് തന്നെ പറയാം. വന്നിട്ടുള്ള ഒരു എനർജി ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്ക് നമ്മൾ ഈ കാണുന്ന ഒരാളല്ലേ ഈ ഗുരുജി എന്നുള്ളത് അന്ന് മനസ്സിലായി. പിന്നെ അതിന് ശേഷം ഗുരുജി തന്നെ നേരിട്ടിട്ട് ചന്ദ്രസ എന്നുള്ളൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഓൺലൈൻ പ്രോഗ്രാമായിരുന്നു. അതിലേക്ക് ലാസ്റ്റത്തെ ഒരു 3 ദിവസം ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിലൊക്കെ വന്നിട്ടുള്ളൊരു എനർജി ചേഞ്ചുകളും ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈഫിൽ. കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് അത് എത്രത്തോളം ദഹിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗുരുജിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇത് എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും താങ്ക് യു ഗുരുജി. കൂടുതൽ പറയാനും വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കും. ബോഡിയിലായാലും മാനസിക തലത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗുരുജിയുടെ ആ ഒരു പ്രസൻസ് പല സമയത്തും ഫീൽ ചെയ്യാറുണ്ട്. ഈ സദ്ഗുരു തന്നെ എന്നെ ഞാൻ ഇന്നലെ ഒരക്ക വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ സദ്ഗുരുവിനെ ഒന്ന് നേരിട്ട് കാണണം, അദ്ദേഹത്തിനൊന്ന് തൊടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സദ്ഗുരു തന്നെ സദ്ഗുരുവിൻ്റെ വേറൊരു വെർഷനെ ഇങ്ങോട്ട് അയച്ചു തന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു ഗുരുജി. എല്ലാവർക്കും നമസ്കാരം.